കർത്താവ് ഒരിക്കലും ഒരു വെൻഡിങ് മെഷീൻ അല്ല. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ബട്ടൺ അമർത്തുമ്പോൾ അല്ലെങ്കിൽ കോയിൻ ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കൊക്കക്കോളയൊക്കെ ഇങ്ങോട്ട് എടുക്കുന്ന വെൻഡിങ് മെഷീൻ അല്ല ദൈവം. ദൈവം നമ്മുടെ സങ്കല്പങ്ങൾക്കും ഒക്കെ ഉപരിയായി നിൽക്കുന്ന വചനത്തിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തിയിട്ട് നമ്മളോട് പറയുകയാണ്, ചോദിക്ക്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഇതിനകത്ത് നിന്ന് ദൈവവചനം പഠിക്കുവാൻ വേണ്ടി താല്പര്യത്തോടെ വന്നിരിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ആയിരിക്കാം ഇത് കാണുന്നത്, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, ചിലപ്പോൾ വൈകിട്ടായിരിക്കാം ഇത് കാണുന്നത്. ഏത് സമയമാണെങ്കിലും നിങ്ങൾ അല്പനിമിഷങ്ങൾ ദൈവവചനത്തിന് വേണ്ടി, അതിൻ്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങളുടെ ചെവി നിങ്ങൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ, അത് പഠിക്കുവാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ, അത് എഴുതുവാനായിട്ട് നിങ്ങളുടെ കൈകളെ അനുവദിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ അത് എഴുതുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം എനിക്കുറപ്പാണ്, ഇത് ദൈവത്താൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ബൈബിളിലൊരു വചനമുണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനത്തിലെ വചനഭാഗമാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം, ദൈവത്തിൻ്റെ ഒരു ആവരണം, ഒരു കവറിങ് ഈ വചന സന്ദേശ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവ് നൽകിയിരിക്കുകയാണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊന്നിനും നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരാൻ പറ്റത്തില്ല. അത്രത്തോളം ശക്തമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ, ഒരു ആവരണം ദൈവം ഈ വചന കേൾവിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഒരു കോ സ്പോൺസറാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, കണ്ണൂരിൽ നിന്ന് കെസിയ മോളാണ്. ഇന്ന് മകൻ്റെ 10ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മകൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫിക്സ് മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ സംസാരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് പനി വന്ന് ഹോസ്പിറ്റലാകുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അത് അവസാനിക്കട്ടെ കർത്താവ്. സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും ലഭിക്കുവാൻ, കെസിയായുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുവാൻ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ അനൗൺസ് ചെയ്യുകയാണ്, കോഴഞ്ചേരിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ വരുന്ന ശനിയാഴ്ച മെയ് 16-ാം തീയതി രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത്, 1 മണി 2 മണി വരെയുള്ള സമയത്താണ്. അല്പനിമിഷമെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് വരിക. നിങ്ങൾ എവിടെയാണെങ്കിലും, ചിലപ്പോൾ അടുത്തുള്ള ചില ഡിസ്ട്രിക്റ്റിലോ മറ്റോ ഒക്കെ ആണെങ്കിലും അവിടേക്ക് കടന്നു വരിക. IPC പെനിയിൽ ഹാളിൽ വെച്ച് നടക്കുന്ന ആ മീറ്റിങ്ങിൽ ദൈവം ശക്തമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടും അതിനേക്കാളുപരി വിശ്വാസത്തോടും കൂടെ കടന്നു വരിക. കൂട്ടത്തിൽ പലരെയും കൂട്ടിക്കൊണ്ടുവരിക. വലിയ വിടുതൽ കർത്താവ് ആ മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. ഒരു പുതിയ ക്ലാസ്സും ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് ബ്രദർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 13 വെനസ്ഡേ. നിങ്ങളുടെ ഡയറിയിൽ ആ ഭാഗം എടുക്കണേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കാമോ? പ്രെയർ പവർ, പ്രാർത്ഥനാശക്തി. എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ഇതേത് സമയത്ത് കാണുകയാണെങ്കിൽ, മെയ് 13 ഇതിന് ശേഷമാണ് കാണുന്നതെങ്കിലും, ലൈവ് ആണെങ്കിലും റീപ്ലേ ആണെങ്കിലും, പ്രെയർ പവർ എന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. നിങ്ങൾ ഹാജരുണ്ട്, ഇത് അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കും. ഓൾ റൈറ്റ്. Psalm 2:8 ആണ് ഇന്നത്തെ ഫോക്കസ് വേർഡ്സ്. ആസ്ക് മീ and I will make the nations your inheritance and ends of the earth your possession. അവിടെ എന്നോട് ചോദിച്ചു കൊടുക്കുക, ഞാൻ ജാതികളെ നിൻ്റെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇതൊരു ഭയങ്കര വാഗ്ദത്തമാണ്. നമുക്കതിലേക്ക് വരാം. ഡെക്ലറേഷൻ നോക്കുക. ത്രൂ പ്രേയർ ഐ ക്യാൻ ക്ലെയിം ടെറിട്ടറീസ് ഫോർ ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിന് വേണ്ടി നിരവധി ദേശങ്ങളെ അവകാശം പറയുവാൻ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിക്കും. ഡോർസ് ഓപ്പൺ ആസ് ഐ ഇന്റർസീഡ് ടുഡേ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിലൂടെ വാതിലുകൾ തുറക്കപ്പെടും. എത്ര പേർ ആമേൻ പറയും?
ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇതിലുണ്ട്. നോക്കി വായിച്ച് എഴുതണേ. പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ പ്രാർത്ഥനാശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കും. പ്രധാനമായും 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുക. നമ്പർ 1, കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ ആ പേജിൽ കുറിച്ച് വെക്കുക. Prayer is an invitation to ask largely. വിശാലമായി വലുതായി ചോദിക്കുവാനുള്ള ഒരു ക്ഷണമാണ് പ്രാർത്ഥന. ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ക്ഷണമാണ് പ്രാർത്ഥന. ഇത് പറയുമ്പോൾ ഒരു ആവേശം പോലെ വലിയ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുവാനുള്ള ഒരവസരമാണ്, ഒരു ക്ഷണമാണ് പ്രാർത്ഥന. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് നമുക്ക് വലിയ കാര്യങ്ങൾ ചോദിക്കുക. കൊച്ചു കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ ചോദിക്കുക. അതിന് കാരണം നമ്മുടെ ദൈവം ചെറിയ ദൈവമല്ല, വലിയ ദൈവമാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആസ്ക് മീ, എന്നോട് ചോദിച്ചോ എന്ന് പറയുന്നത്. ബൈ ദ വേ, ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ അവസരം ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അതിന് മുമ്പ് പറയുന്നുണ്ട്. I will proclaim the Lord's decree. He said to me, You are my son, today I have become your father. ഞാൻ നിനക്ക് പിതാവായിരിക്കുന്നു. അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ജന്മദിനമല്ലേ, ജന്മദിനത്തിനോട് ചേർന്ന് പറയാം ആസ്ക് മീ. അതിനുശേഷമാണ് 8ാമത്തെ വചനത്തിൽ ആസ്ക് മീ, ഐ വിൽ മേക്ക് നേഷൻസ് യുവർ ഇൻഹെറിറ്റൻസ്, ദി എൻഡ്സ് ഓഫ് ദി എർത്ത് യുവർ പൊസഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബർത്ത്ഡേക്ക് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. എന്നാൽ ബർത്ത്ഡേ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ബർത്ത്ഡേ ദിവസം നിങ്ങളുടെ ബർത്ത്ഡേ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ആ ദിവസം എത്തുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം 2-ാം സങ്കീർത്തനം 7ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ചോദിച്ചോ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്താണോ വേണ്ടത് ചോദിക്കുക. പക്ഷേ സാധാരണ ബർത്ത്ഡേ ഗിഫ്റ്റിന് എന്തൊക്കെയായിരിക്കും? ഭാര്യ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, മക്കൾ അമ്മയപ്പന്മാരോടൊക്കെ ചോദിക്കുന്നത് ബർത്ത്ഡേക്ക് എന്താ വേണ്ടത്. ചിലർ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കും. ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ ചിലർ പറയും മൊബൈൽ ഫോൺ മതി, ചിലർ പറയും എനിക്കൊരു മാല മതി, അല്ലെങ്കിൽ എനിക്കൊരു മോതിരം മതി, എനിക്ക് ഷൂസ് മതി, എനിക്ക് ഡ്രസ്സ് എടുത്തുന്ന ചുരിദാർ മതി എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ ചിലപ്പോൾ കപ്പാസിറ്റി അനുസരിച്ച് പലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെന്നിരിക്കും. എന്നാൽ ദൈവം പറയാം, മക്കളെ ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാനാണ് പറയുന്നത്? ജാതികളെ അവകാശം, രാജ്യങ്ങളെയൊക്കെ ചോദിച്ചോളാനാണ് പറയുന്നത്. ഭൂമിയുടെ അറ്റങ്ങളെ ചോദിച്ചോളാനാണ് പറയുന്നത്. എൻ്റെ അർത്ഥം, ദൈവം വലിയവനായതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, ദൈവം വലിയവനായതുകൊണ്ട് എനിക്ക് ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയും. സോ അങ്ങനെ വലിയ കാര്യങ്ങൾ ചോദിക്കുവാനുള്ളൊരവസരമാണ്, ക്ഷണമാണ് പ്രാർത്ഥന. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ആസ്ക് മീ, ആസ്ക് ഓഫ് മീ, എന്നോട് ചോദിച്ചോ. ഹിസ് നോട്ട് റിലക്റ്റൻറ്റ്. അതിൻ്റെ അർത്ഥം ദൈവം പറയുകയാണ്, എനിക്ക് ഞാൻ അതിന് വിമുഖതയൊന്നും കാണിക്കുന്നില്ല, മടി പിടിച്ചല്ല. ഹീസ് ഇൻവൈറ്റിങ് അസ്. ചോദിക്കുക. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. ചെറിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. പ്രെയർ ഈസ് നോട്ട് ഇൻറ്ററപ്റ്റിംഗ് ഗോഡ്സ് സ്കെഡ്യൂൾ. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നല്ല പ്രാർത്ഥന. പ്രെയർ ഈസ് എൻറ്ററിങ് ഹിസ് ഇൻവിറ്റേഷൻ. ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. വാ, ചോദിക്ക്. അപ്പോൾ ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്നോട് ഇന്നിന്ന കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുവാനുള്ളൊരു വലിയ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രാർത്ഥന. ഇപ്പോഴേ ഒന്ന് പ്രാർത്ഥിച്ചില്ല, ഒരു കൈകളൊക്കെ ഉയർത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. നാം അവനോട് ചോദിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. നാം അവനോട് ചോദിക്കാൻ നമ്മളോട് അവൻ പറയുക, ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ചോദിക്കേ. മത്തായി സുവിശേഷം 7:7, ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ജെറമായ 33:3, യിരെമ്യാവിൻ്റെ പുസ്തകം 33:3, കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു. എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ജോൺ 16:24, യോഹന്നാൻ്റെ സുവിശേഷം 16:24, ആസ്ക് ആൻഡ് യു വിൽ റിസീവ്. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലെല്ലാം നമ്മളോട് കർത്താവ് പറയുന്നത് ചോദിക്കുക, പ്രാർത്ഥിക്കുക, ആവശ്യപ്പെടുക. സോ മെനി ലിവ് ബിനീത്ത് പ്രോമിസ് ബിക്കോസ് they pray beneath invitation. അതായത്
ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതിൻ്റെയും താഴെയുള്ള നിലവാരത്തിലാണ് പലരും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളേക്കാൾ തരംതാണ രീതിയിലാണ് നമ്മുടെ ജീവിതവും നമുക്ക് കിട്ടുന്നത്. ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞൊരു ഉദാഹരണം, ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പല പ്രാവശ്യം. ഒരു ഭിക്ഷക്കാരൻ വീട്ടുമുറ്റത്ത് വന്നിട്ട് അമ്മാ വല്ലതും തരണേ എന്നിങ്ങനെ പല പ്രാവശ്യം അമ്മാ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു നാണയത്തൊട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോഴും മോൻ വന്നിട്ട് അമ്മ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം, വെച്ചോ 2000 രൂപ പോക്കറ്റ് മണിയായിട്ട്. അപ്പോൾ അപരിചിതനായി യാചകനായി വന്ന ഒരാൾക്ക് ഒരു നാണയത്തൊട്ട് 1 രൂപയോ വല്ലതും കൊടുത്തു കാണും. എന്നാൽ മകൻ ചോദിച്ചത് ഒരല്പം പെട്രോൾ അടിക്കാനുള്ള പൈസയോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഒരു 2000 രൂപ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ഒരു 5000 രൂപ എടുത്തു കൊടുത്തു. ഇതാണ് മക്കളാകുമ്പോഴുള്ള വ്യത്യാസം. നാം ദൈവത്തിൽ നിന്നും അകന്നവരും ദൈവമായി ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോഴുള്ള അവസ്ഥ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രയർ ബിഗിൻസ് വെൻ ഐഡൻറ്റിറ്റി റിമൂവ്സ് ഹെസിറ്റേഷൻ. എപ്പോഴാണ് പ്രാർത്ഥന ചാലുവാകുന്നത്, ശരിയായ രീതിയിലേക്കാകുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റി മക്കളാണ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ആ ഐഡൻറ്റിറ്റി നമ്മുടെ മടിയെ ഇല്ലാതാക്കുന്നു. ചോദിക്കാനുള്ള ഒരു അറപ്പുണ്ടല്ലോ, അതില്ലാതാക്കുന്നു. കാരണം ദൈവം ഇങ്ങോട്ട് പറയുക, ചോദിക്കും മക്കളെ. ഓ മൈ ഗോഡ്, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തണമേ. നമ്പർ 2, പ്രയർ എക്സ്പാൻസ് വിഷൻ ബിയോണ്ട് സ്മോൾ ലിമിറ്റ്സ്. കൊച്ചു കൊച്ചു പരിമിതികൾക്കപ്പുറത്തേക്ക് ദർശനത്തെ വികസിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ എല്ലാം ജീവിതം കൊച്ചു 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 പരിപാടി. മനുഷ്യനായി ജനിച്ചില്ലേ, ജീവിച്ചങ്ങ് തീർക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. ഐ വിൽ മേക്ക് ദ നേഷൻസ് യുവർ ഇൻഹെറിറ്റൻസ്. അവിടെ പറയുന്നുണ്ട്, നാടുകളെ, രാജ്യങ്ങളെ, ദേശങ്ങളെ, ജനതകളെ നിൻ്റെ അവകാശമാക്കി ഞാൻ തരാം. ഗോഡ് കണക്ട്സ് ആസ്കിങ് വിത്ത് എക്സ്പാൻഷൻ. കാരണം ഇവിടെ നീ ചോദിക്കുമ്പോൾ വിശാലതയുണ്ടാവും. എബ്ബേസ് പ്രാർത്ഥിച്ചല്ലോ, ചോദിച്ചാൽ വിശാലത. പറഞ്ഞേ, ചോദിച്ചാൽ വിശാലത. പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോൾ, വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് നടക്കണമെന്നില്ല. ദൈവം ഒരു വെൻഡിങ് മെഷീനല്ല. നമ്മളെപ്പോഴും ഓർക്കണം, കർത്താവ് ഒരിക്കലൊരു വെൻഡിങ് മെഷീനല്ല. നമ്മളെവിടെയെങ്കിലും ചെന്ന് ബട്ടൺ അമർത്തുമ്പോൾ അല്ലെങ്കിൽ കോയിൻ ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കൊക്കക്കോളയൊക്കെ ഇങ്ങോട്ട് എടുക്കുന്ന വെൻഡിങ് മെഷീനല്ല ദൈവം. ദൈവം നമ്മുടെ സങ്കല്പങ്ങൾക്കും ഒക്കെ ഉപരിയായി നിൽക്കുന്ന വചനത്തിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തിയിട്ട് നമ്മളോട് പറയുകയാണ്, ചോദിക്ക്. പ്രയർ ലിവ്സ് പെർസ്പെക്റ്റീവ് ഫ്രം സർവൈവൽ ടു കിങ്ഡം പർപ്പസ്. ഒട്ടുമിക്കവാറും വിശ്വാസികളുടെ പ്രാർത്ഥന, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ഡയറി തമിഴിലിരിക്കുന്നു, എൻ്റെ കയ്യിൽ കിട്ടിയ തമിഴാണ്. ഇത് ഹിന്ദിയിൽ കിട്ടി, ഇത് മലയാളത്തിൽ കിട്ടി, ഇത് ഇംഗ്ലീഷിലും കിട്ടി. 4 ഭാഷ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ പ്രാർത്ഥനാ ഡയറിയിൽ ഒട്ടുമിക്കവാറും വിശ്വാസികൾ എഴുതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തൊക്കെയാണ്? ജപ്തി മാറാനോ, അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം മേടിക്കണം, ഒരു കുഞ്ഞുണ്ടാകണം, വിദേശത്ത് പോകണം, പരീക്ഷയിൽ നല്ല ജയമുണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു 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 കാര്യങ്ങൾ മാത്രമേ, സാധാരണ സകല മനുഷ്യർക്കുമുള്ള ആവശ്യങ്ങൾ മാത്രമേ സാധാരണ വിശ്വാസികൾ പ്രാർത്ഥിക്കാറുള്ളൂ. പ്രാർത്ഥന ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുള്ളൂ. അതിന് മറുപടി കിട്ടിക്കഴിയുമ്പോൾ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അതിൽ കൊണ്ടുപോയി എഴുതും, സാക്ഷ്യം പറയും. ചിലർ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യും. എല്ലാം നല്ലത്. പക്ഷെ ഒരു ലെവൽ വിട്ട് മുകളിലോട്ട് കയറിയിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ ചോദിക്കുമ്പോൾ ഒരു ജോഡി ചെരുപ്പോ, അല്പം ഡ്രസ്സോ, അല്ലെങ്കിൽ ഇതുപോലെ വിസയോ, ഇതൊക്കെ ചോദിക്കാതെ ചോദിക്കുക. അവിടെ പറയുന്നത് ഈ ഒന്ന് കഴിഞ്ഞുകൂടി പോകുന്നൊരു മനോഭാവം, അതാണ് അനേകർക്കുള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മിക്കവാറും മനുഷ്യർക്കുള്ളത്. കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോയാൽ മതി ബ്രദറെ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ഒത്തിരി പേരില്ലേ, സർവൈവൽ. എന്നാൽ അതിന് പകരം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കിങ്ഡം പർപ്പസ്, ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇന്ന് ടൈപ്പ് ചെയ്തിട്ട്, കിങ്ഡം പർപ്പസ്, ദൈവരാജ്യത്തിൻ്റെ ഉദ്ദേശ്യം, അതിലേക്ക് വരാൻ ഒന്ന് തയ്യാറാക്കുന്നതാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്.
ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് കണ്ണടയ്ക്കും. പക്ഷേ പ്രാർത്ഥിച്ചൊരല്പം കഴിയുമ്പോൾ റൂട്ട് മാറിപ്പോകും. പിന്നെ പ്രാർത്ഥിക്കുന്നത് സൗത്ത് അമേരിക്കയ്ക്കോ യുഗാണ്ടയ്ക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കോ അർജൻറ്റീനയ്ക്കോ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പിന്നെ പ്രാർത്ഥിക്കുന്നത്. വഴി മാറിപ്പോകും. പരിശുദ്ധാത്മാവ് റൂട്ട് മാറ്റി കൊണ്ടുപോകും. കാരണം ദൈവഇഷ്ടപ്രകാരം എന്ത് പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം 8:26 അനുസരിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആത്മാവ് തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളും. അതിലേറ്റവും നല്ലത് എഫെസ്യർ 3:20 എല്ലാവർക്കും അറിയാമല്ലോ. ഗോഡ് ഈസ് ഏബിൾ ടു ഡു immeasurably more than all we ask or imagine. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുവാൻ ദൈവം ശക്തനാണ്. ഐസയ 54:2, യെശയ്യാവിൻ്റെ പുസ്തകം 54:2 enlarge the place of your tent. നിൻ്റെ കൂടാരത്തിൻ്റെ കയറുകളെ അഴിച്ച് അതിനെ വിസ്താരമാക്കുക. ഹബക്കുക്ക് 2:3 the vision awaits an appointed time. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. ദർശനം നിറവേറും, അത് ഷാർപ്പാണ്, നിറവേറിയിരിക്കും. പക്ഷെ ഒരു അവധി വച്ചിട്ടുണ്ട്. ഡു നോട്ട് പ്രേ ഓൺലി ഫോർ മെയിൻ്റനൻസ്, പ്രേ ഫോർ മിഷൻ. ഈ ഡിവോഴ്സൊക്കെ നടക്കുന്ന സമയത്ത് വിധി വരുമ്പോൾ മെയിൻ്റനൻസ് കൊടുക്കാൻ പറയും. ഭാര്യയ്ക്ക്, മകന് അല്ലെങ്കിൽ മകൾക്ക് ഒക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് മെയിൻ്റനൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? മെയിൻ്റനൻസ് കൊടുക്കുമ്പോഴേക്കൊരു ആവശ്യം ഇത്രയാണെങ്കിൽ അതിനേക്കാളൊരു 100 മടങ്ങ് വല്ലതും കൊടുക്കുമോ? അത് തന്നെ കോടതിയിൽ വാദിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ച് മെയിൻ്റനൻസ്. ചിലപ്പോൾ ആ പഠനത്തിൻ്റെ ചിലവ് കഷ്ടിയങ്ങ് അല്ലെങ്കിൽ വാടക അങ്ങ് കൊടുത്തു പോകാൻ, ചിലവങ്ങ് നടന്നു പോകാൻ വേണ്ടി, അതാണ് മെയിൻ്റനൻസ് പരിപാടി എന്ന് പറഞ്ഞാൽ പരിപാടികൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നൊരു പരിപാടി. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും ദൈവത്തോട് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഈ മാസം കടം കൂടാതെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് കടക്കാൻ എന്നെ സഹായിക്കണേ. അപ്പം കടം കൂടാതെ അങ്ങ് കഷ്ടിച്ചൊന്ന് ജീവിച്ചാൽ മതി. കാരണം ദൈവരാജ്യ ദർശനമില്ല. എൻ്റെ കുടുംബം ഒന്ന് ഉരുണ്ട് ഡിസംബർ 31 എത്തണം, പിന്നെ ജനുവരിയിലോട്ട് ആ കല്ലൊന്ന് ഉരുട്ടി കയറ്റി, പിന്നെ അങ്ങ് ഉരുട്ടി അടുത്ത ഡിസംബർ 31 എത്തിക്കണം. ഓരോ വർഷം ഇങ്ങനെ ഉരുണ്ടൊന്ന് പോയാൽ മതി. ദൈവരാജ്യ ദർശനം വരുമ്പോൾ പ്രാർത്ഥന മാറും. എന്നോട് ചോദിച്ചോളുക, ഞാൻ ജാതികളെ നിൻ്റെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ വൊക്കാബുലറി മാറി, പ്രാർത്ഥനയുടെ ഭാഷ മാറി, പ്രെയർ പോയിൻ്റുകൾ മാറി, പ്രെയറിൻ്റെ സ്കോപ്പ് മാറി, പെർസ്പെക്റ്റീവ് മാറി. വാ, എനിബഡി ഇൻട്രസ്റ്റഡ്? ഒരാൾ ഒരു മുറിയുടെ അകത്തിരുന്ന് പുറത്തേക്ക് നോക്കുക, വിൻഡോയിലൂടെ നോക്കിയപ്പോൾ അടുത്തൊരു ബിൽഡിംഗ് കാണാം, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും കോഴിക്കോടോ എന്തെങ്കിലുമൊക്കെ കാണാം, ബാക്ക് യാർഡോ കാണാം. എന്നാൽ അതേ മനുഷ്യൻ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിലെത്തിയാലോ, ഹി ക്യാൻ സീ ദ ഹൊറൈസൺ. അല്ലെ, ചക്രവാളത്തിലേക്ക് നോക്കാം. അപ്പോൾ ലെവൽ വ്യത്യാസം കണ്ടോ? ഒത്തിരി പേരും വിൻഡോ ലെവലിലാണ് ഇരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇത്രയേ ഉള്ളൂ. അല്ലേ, അടുക്കള മുറ്റവും അവിടെ കുറച്ച് വെണ്ടക്ക നിൽക്കുന്നൊരു വീച്ചിങ്ങ നിൽപ്പുണ്ട്, കോഴിക്കോട് കാണാം. ഇതൊക്കെ കണ്ട് ആ ലെവലിലിരിക്കുക. എന്നാൽ ഉയരങ്ങളിലോട്ട് കയറിയാൽ സ്കോപ്പ് മാറും, കാഴ്ചപ്പാട് മാറും. സോ ഗോഡ് ഓഫ്റ്റൻ എൻലാർജസ് ദ ഹാർട്ട് ബിഫോർ എൻലാർജിങ് ദ ടെറിട്ടറി. നമ്മുടെ അതിരുകൾ വിശാലമാകുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കും. ഹൃദയം വിശാലമായാൽ മാത്രമേ അതിരുകൾ വിശാലമാകൂ. ഹൃദയം വിശാലമായാൽ പ്രാർത്ഥന വിശാലമാകും. പ്രാർത്ഥന വിശാലമായാൽ സകലവും വിശാലമാകും, അതിരുകൾ വിശാലമാകും. അതാണ് എബ്ബേസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്പർ 3, prayer releases power where effort ends. ഈ നമ്മുടെ പ്രയത്നങ്ങൾ അവസാനിക്കുന്നിടത്ത് പ്രാർത്ഥന ശക്തിയെ സ്വതന്ത്രമാക്കുന്നു. നമ്മൾ ചെയ്ത് നമ്മുടെ കഠിന പ്രയത്നങ്ങളെല്ലാം തകർന്ന് കഴിയുമ്പോൾ പ്രാർത്ഥന ശക്തിയെ റിലീസ് ചെയ്യും. സോ ദർ ആർ ഡോഴ്സ് സ്കിൽ കനോട്ട് ഓപ്പൺ. ചില വാതിലുകൾ നമ്മുടെ സ്മാർട്ട്നെസ് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നൈപുണ്യങ്ങൾ കൊണ്ടോ തുറക്കാൻ പറ്റില്ല. ദർ ആർ ബാറ്റിൽ സ്ട്രാറ്റജീസ് കനോട്ട് വിൻ. യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് ജയിക്കാൻ കഴിയാത്ത ചില യുദ്ധങ്ങളുണ്ട്. ദർ ആർ ഹാർട്ട്സ് പെർസ്യൂഷൻ കനോട്ട് ചേഞ്ച്.
എത്ര പ്രീണിപ്പിച്ചാലും തിരിക്കുവാൻ കഴിയാത്ത ഹൃദയങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ 4:31 ആഫ്റ്റർ ദേ പ്രേയ്ഡ് ദ പ്ലേസ് വാസ് ഷേക്കൻ. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 4:31 ആദിമ ക്രൈസ്തർ വലിയ പ്രശ്നം ഗവൺമെൻറ് തലത്തിൽ നേരിടുമ്പോൾ അവർ ദൈവത്തോട് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് നിന്ന് ശക്തമായ ദൈവമേ നിൻ്റെ കൈ നീട്ടുകയാലും നിൻ്റെ ദാസനായ യേശു നിമിത്തം വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയാലും ഇവരിപ്പോൾ ചെയ്യുന്നത് കർത്താവ് നീ കാണണമേ, സകലരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കാൽ ചവിട്ടി നിന്നിരുന്ന നിലം, സ്ഥലം, ഭൂമി കുലുങ്ങി, അഥവാ ഭൂകമ്പം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എർത്ത്ക്വേക്ക് പ്രെയർ, ഭൂകമ്പ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഭൂകമ്പ പ്രാർത്ഥന. ഭൂകമ്പ പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് പല രീതിയിൽ ഇവർ പലതും ശ്രമിച്ചു കാണും, ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് ഐക്യമെത്തിയപ്പെട്ട് ജനം പ്രാർത്ഥിക്കുന്നത്, ഭൂകമ്പം ഉണ്ടായി. യാക്കോബിൻ്റെ ലേഖനം 5:16 The prayer of a righteous person is powerful and effective. നീതിമാനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വളരെ ശക്തവും വളരെ ഫലപ്രദവുമാണ്. സഖറിയ 4:6 സഖറിയാവിൻ്റെ പുസ്തകം 4:6 പറയുന്നത് നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവൻ്റെ ആത്മാവിനാലത്രേ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനാലത്രേ. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതൊരു പാർലമെൻറ്റാണോ ഏതൊരു സ്ഥലത്ത്, എനിക്കൊന്ന് റഷ്യയിലോ മോസ്കോയിലോ എവിടെയോ ആണെന്ന് തോന്നുന്നു. ഇത്ര മണിക്ക് അതിൻ്റെ അകത്തൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ മഞ്ഞത്ത് ക്യൂ നിൽക്കുകയാണ്, അകത്ത് കയറാൻ വേണ്ടി മഞ്ഞത്ത് ക്യൂ നിൽക്കുകയാണ്. ഹ്യൂജ് ഡോറാണ് അത്, ബ്രാസോ എന്തോ കൊണ്ടുള്ള ഹ്യൂജ് ഡോറാണ്. അതിൻ്റെ പുറത്ത് നിൽക്കുക. അപ്പോൾ ആരൊക്കെ തള്ളിയാൽ എന്തെല്ലാം ചെയ്താലും ആ ഡോറ് തുറക്കില്ല. പക്ഷേ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഒരാൾ വന്നിട്ട് ഒരു പാസ്വേഡ് അടിച്ചു. ഡിജിറ്റൽ പോലത്തെ എന്തോ, ഡിജിറ്റൽ അല്ല, ഇങ്ങനെ ഡിജിറ്റ്സ് ഉള്ളത് തന്നെ, മോഡേൺ ഒരു രീതിയല്ല, ഒരു പാസ്വേഡ് അടിച്ചു. അതിൽ തുറന്നു, കൂളായിട്ട് കയറി ഫിംഗർ ടിപ്പിൽ ആ പാസ്വേഡ് അടിക്കുകയല്ല, വാതിൽ തുറന്നു. ഞങ്ങളൊക്കെ അവിടെ കുറേ നേരം മഞ്ഞത്ത് ഈ ഇതിൽ നിന്നിട്ടും സ്നോയിൽ നിന്നിട്ടും ഞങ്ങൾക്കാർക്കും ഈ പാസ്വേഡ് അറിയില്ല, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. എന്നാൽ ആ സെക്യൂരിറ്റി ഗാർഡിനറിയാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന പാസ്വേഡുകൾ, അതിലാണ് ആർക്കും ചവിട്ടി തുറക്കാൻ കഴിയാത്ത ഡോറുകൾ തുറന്നു വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പറഞ്ഞു, സ്വർഗം തുറക്കാനുള്ള പാസ്വേഡ് ജീസസ് തന്നെ, JESUS അടിച്ചു കഴിഞ്ഞാൽ സ്വർഗം തുറക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:6 വഴിയും സത്യവും ജീവനും ഞാനാകുന്നു പറയുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ 10 പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. സോ ഈ പാസ്വേഡ് കൊണ്ട് അടിച്ചാൽ, ഈ പാസ്വേഡ് അടിച്ചാൽ ഇത് തുറക്കുള്ളൂ, അതല്ലാതെ എന്തുകൊണ്ടും അത് തുറക്കുകയില്ല. നമ്പർ 4, prayer aligns us with God's global purpose. ദൈവത്തിൻ്റെ ആഗോള ഉദ്ദേശത്തോട് നമ്മെ ഇണക്കിച്ചേർക്കുന്നതാണ് പ്രാർത്ഥന. ഇപ്പം നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇങ്ങനെയൊരു വൃത്തത്തിനകത്ത് ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ ദൈവം അങ്ങനെ ഒരു വൃത്തത്തിനകത്ത് ജീവിക്കുന്നയാളാണ്. ദൈവത്തിൻ്റെ ഒരു ഗ്ലോബൽ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ പേർപ്പസ് ഉണ്ട്. ഈ ഗ്ലോബൽ പേർപ്പസിനോട് നമ്മെ ഇണക്കി ചേർക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് കർത്താവ് എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും, ആസ് എ പൊസഷൻ. അല്ലേ? പ്രെയർ ഈസ് ബിഗർ ദാൻ പേഴ്സണൽ നീഡ്സ്. ആദ്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെക്കാളും വലുതാണ്. ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ആ പ്രാർത്ഥിക്കാണ്ട് പറയുന്ന ലോകമെമ്പാടുമുള്ള സകല ശുശ്രൂഷകരെ നീ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, ആമേൻ, അങ്ങനത്തെ പ്രാർത്ഥനയല്ല. എന്നോട് എത്ര പ്രായമുള്ള അമ്മച്ചിമാരും, മോനെ എല്ലാ ദിവസവും ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കും, മോൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും,
അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഓർക്കും, ഞാൻ എല്ലാ ദിവസവും രാവിലെ കർത്താവെ ലോകം എങ്ങുമുള്ള നിൻ്റെ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു ജനറലൈസ് ചെയ്തുള്ളൊരു ഒറ്റവരി പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പ്രയർ ജോയിൻസ് ഗോഡ്സ് റിഡംപ്റ്റീവ് അജണ്ട. ഈ ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയുണ്ട്. ആ കാര്യപരിപാടിയുമായി നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ വരുന്നതാണ് പ്രാർത്ഥന. മാത്യു 28:19, മത്തായി 28:19, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. നിങ്ങൾ പോയി ലോകം എമ്പാടുമുള്ളവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ വെറുതെ പോകാനല്ല പറഞ്ഞത്, ലോകം എമ്പാടും പോയിട്ട് എൻ്റെ ശിഷ്യരാക്കുക. 1 തിമോത്തിയോസ് 2 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ പ്രേ ഫോർ ഓൾ പീപ്പിൾ, സകല മനുഷ്യർക്കും വേണ്ടി, പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നത് ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Revelation 7:9, എവ്രി നേഷൻ, ട്രൈബ്, പീപ്പിൾ ആൻഡ് ലാംഗ്വേജ് ബിഫോർ ദ ത്രോൺ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് വെളിപാട് പുസ്തകം 7:9 കാണുന്നത് എല്ലാ വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നൊക്കെ വീണ്ടെടുക്കപ്പെട്ടവർ ഇതാ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ട്രൂ പ്രയർ ക്യാരീസ് ദ നേഷൻസ് ഇൻ ഇറ്റ്സ് ബർഡൻ. യഥാർത്ഥ പ്രാർത്ഥന രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ, ദേശങ്ങളെ, ജനതകളെ വഹിക്കുന്നതാണ്. അവരെയും കൂടി ചേർത്താ പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ കർത്താവേ ഞങ്ങളെ വീടിൻ്റെ ഒരു മുറി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ, അത് പ്രാർത്ഥിക്കേണ്ടത് അത് ആവശ്യമാണ്, ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യമാണ്. എന്നാൽ അതൊക്കെ എത്ര നാളുണ്ടാവും? അതിനപ്പുറത്തേക്ക് വിശാലമൊരു കാഴ്ചപ്പാടിൽ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നദി അതിങ്ങനെ ഒഴുകി 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 ഇങ്ങനെ സർക്കിളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ ഒഴുകുന്നതിന് പകരം ആ നദി നേരെ ഒഴുകിയാലോ പല പല വയലുകൾ, പല പല നാടുകൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ, പല സംസ്ഥാനങ്ങൾ, പല രാജ്യങ്ങൾ നനയ്ക്കാൻ പുറത്തേക്കൊഴുകിയാൽ നടക്കും. ഇതുപോലെ പ്രാർത്ഥനയിൽ പുറത്തേക്കൊരൊഴുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എത്ര പേർ ആമേൻ പറയും? നമ്മൾ ധൈര്യത്തോടെ ചോദിക്കണം, വിശാലമായി ചോദിക്കണം, വിശ്വസ്തയോടെ ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിക്കണം. കാഴ്ചപ്പാടുകൾ മാറണം. ഈ ലോകത്തിലുള്ള കുടുംബങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങൾ, അതിനെല്ലാം പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമ്മൾ വഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ ഗ്ലോബൽ പർപ്പസിൽ, ഒരു ഗ്ലോബൽ അജണ്ടയിൽ നമ്മൾ പങ്കുകാരായി മാറുന്നത്. കൈനീട്ടം. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ ഒരു ദർശനത്തിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കൈകൾ നീട്ടാമോ? രോഗികൾക്കായി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചില ദുശീലങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ. അഡിക്ഷനുകൾ മാറിപ്പോട്ടെ. പലതിൻ്റെ അഡിക്ഷനുകൾ അത് വല്ലാത്ത ഈ അവരവർക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഈ മ്യൂസിക്, ആവശ്യമില്ലാത്ത ഏതൊരു മ്യൂസിക്കിൻ്റെ അഡിക്ഷനിൽ വന്ന ചില വ്യക്തികൾ, ടീൻസിലുള്ളവരാകാം, വലിയവരാകാം, ചെറിയവരാകാം, പഠിക്കുന്ന വിദ്യാർത്ഥികളാകാം, എന്തോ മ്യൂസിക്കിൻ്റെ അഡിക്റ്റായി പോയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ. ഇവരോട് ചേർന്ന് ഇവരുടെ ആവശ്യങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ഈ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.